എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു PG പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അതിന് ശേഷമുള്ള ഘട്ടങ്ങൾ. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടതുണ്ട്, മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ മാസം 3-ാം തീയതിയാണ് ഒഫീഷ്യലി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേരള യൂണിവേഴ്സിറ്റി അനൗൺസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വരുന്ന ജൂലൈ 4, ജൂലൈ 7, ജൂലൈ 8 തീയതികളിൽ അതാത് കോളേജുകളിൽ നിങ്ങൾക്ക് പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടതുണ്ട്. തീർച്ചയായും ഇക്കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീ, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു PG പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ജൂലൈ മാസം 3-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. ജൂലൈ മാസം 3-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളായ ജൂലൈ മാസം 4, 7, 8, ജൂലൈ മാസം 4, 7, 8 തീയതികളിലാണ് കോളേജുകളിൽ വിദ്യാർത്ഥികൾ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റ് നിങ്ങൾ തൃപ്തിയുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിലും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുകയും കോളേജിൽ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ നിങ്ങൾ പ്രവേശനത്തിന് ഹാജരാവേണ്ടതുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കത് ഇഷ്ടമുള്ള കോളേജ് ആണെങ്കിലും ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ അടയ്ക്കണം. ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണം. അതാത് കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകണം. ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട്, ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളും നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥിനികളും കോളേജിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകും. അതുപോലെ തന്നെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിലൊന്നും പരിഗണിക്കപ്പെടുകയുമില്ല. അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പരമാവധി നിങ്ങൾക്ക് 20 ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുക. 20 ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ 5-ാമത്തെ ഓപ്ഷൻ ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരിക്കാം. ഈ 5-ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും നിങ്ങൾക്കിവിടെ പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ ജൂലൈ 4, 7, 8 തീയതികളിലാണ് കോളേജുകളിൽ നിങ്ങൾ പ്രവേശനത്തിനായിട്ട് ഹാജരാവേണ്ടത്. അപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലഭിച്ച, ഞാൻ പറഞ്ഞു 20 ഓപ്ഷൻ വരെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് പരമാവധി 20 ഓപ്ഷൻ വരെയാണ് കൊടുക്കാൻ സാധിക്കുക. അതിൽ 5-ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. ഈ 5-ാമത്തെ ഓപ്ഷൻ ആ വിദ്യാർത്ഥിക്ക് സ്റ്റാറ്റിഫൈഡ് ആണ്. ഈ 5-ാമത്തെ ഓപ്ഷൻ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ഇഷ്ടമാണ്. ഇനി ബാക്കിയുള്ള 4, 3, 2, 1 ഓപ്ഷനുകളൊന്നും ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനിക്ക് വേണ്ട. ബാക്കിയുള്ള 4, 3, 2, 1 ഓപ്ഷനുകളൊന്നും ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് വേണ്ട. അങ്ങനെയെങ്കിൽ ഈ 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യണം. 4, 3, 2, 1 ഓപ്ഷനുകളൊക്കെ ക്യാൻസൽ ചെയ്യണം. കാരണം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ കോളേജിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്താലും ശരി, നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്താലും ശരി, ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ പരിഗണിക്കും. നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തത് പെർമനൻ്റ് ആയിട്ടായാലും ടെമ്പററി ആയിട്ടായാലും, നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്തത് ടെമ്പററി ആയിട്ടായാലും
പെർമനൻ്റ് ആയിട്ടായാലും, നിങ്ങൾ കോളേജ് ജോയിൻ ചെയ്ത് ടെമ്പററി ആയിട്ടായാലും പെർമനൻ്റ് ആയിട്ടായാലും അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും. അങ്ങനെ ഹയർ ഓപ്ഷൻ പരിഗണിച്ച് കഴിഞ്ഞ് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായും പുതിയ ലഭിച്ച ഓപ്ഷൻ സ്വീകരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങളവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താലും ബാക്കിയുള്ള 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി ഈ ഓപ്ഷനുകൾ പരിഗണിക്കും. അങ്ങനെ ഈ ഓപ്ഷനുകൾ പരിഗണിച്ച ശേഷം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ 4, 3, 2, 1 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന കോളേജിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടാണ് എടുത്തത് എന്നാൽ പറഞ്ഞാൽ പോലും കാര്യമൊന്നുമില്ല. കാരണം അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷൻ ലഭിക്കുന്ന പക്ഷം നിർബന്ധമായും എന്ത് ചെയ്യണം, നിങ്ങൾ പുതിയ ഓപ്ഷനിലേക്ക് മാറി പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അതുപോലെ തന്നെ നിങ്ങളുടെ ലഭിച്ച സീറ്റ് നഷ്ടമാകുമെന്ന് മാത്രമല്ല തുടർന്നുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൽ തൃപ്തരാണെങ്കിൽ, വിദ്യാർത്ഥിനികൾ അതിൽ തൃപ്തരാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു. ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് 20 ഓപ്ഷൻ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. 20 ഓപ്ഷൻ കൊടുക്കുക, അതിൽ 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജ് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജ് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സാണ് 5ാമത്തെ ഓപ്ഷൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫീസ് അടച്ച് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യണം. ഫീസ് അടച്ച് കോളേജിൽ എന്ത് ചെയ്യണം, ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള 4, 3, 2, 1 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാതെ എന്ത് ചെയ്യണം, അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ കോളേജിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ കോളേജിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയ പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ പുതിയ കോളേജിലേക്കും പുതിയ കോഴ്സിലേക്കും മാറാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂലൈ മാസം 3-ന് പ്രസിദ്ധീകരിക്കും. ജൂലൈ മാസം 3-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 4, 7, 8 തീയതികളിൽ, ജൂലൈ മാസം 4, ജൂലൈ മാസം 7, ജൂലൈ മാസം 8 തീയതികളിൽ കോളേജുകളിൽ അതായത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കും. ആകാം. വിദ്യാർത്ഥികൾക്ക് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ട് ചോദിക്കാം. 1ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്നവർ നിർബന്ധമായും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. നിങ്ങൾ 1ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. യു ഹാവ് ടു നോ അവൈലബിൾ ടെമ്പററി അഡ്മിഷൻ. യു ഹാവ് ഓൺലി ടേക്ക് ഇൻ പെർമനൻ്റ് അഡ്മിഷൻ. നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ 1ാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, അതേപോലെ തന്നെ ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാം, ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രീൻ ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.